ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അപ്പം നമ്മളിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ് ഗൈസ്. ഉണ്ട്, നമുക്ക് പുറത്ത് പോകാനുണ്ട്. പോവാന്നുള്ളത് അറിയില്ല, ഡൗട്ടാണ്. പിന്നെ എന്താ പറയുക, സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൊടുക്കാനൊക്കെ പോകാനുണ്ട്. പക്ഷെ നമ്മൾ എപ്പോൾ പോകും എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. ആക്ച്വലി നാളെയാണ് കേട്ടോ നമുക്ക് സെൽഫി സ്റ്റിക്ക് നിലത്ത് വീണിട്ട് ഒരു ചാഞ്ചാട്ടം കണ്ടോ, നേരെ നിൽക്കുന്നില്ല. ഇങ്ങനെ പിടിക്കാം, ഇതിപ്പോൾ കയ്യിൽ പിടിക്കുന്ന ഒന്നുകൂടി ബെറ്റർ എന്നാ തോന്നുന്നത്. അപ്പോൾ നമുക്ക് നാളെയാണ് ആക്ച്വലി ഒരു സ്ഥലം വരെ പോകാനുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് നന്നായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇന്നലെ ആയിരുന്നു കേട്ടോ നമ്മളെ മാഗി ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ട് കഴിച്ച വീഡിയോ നമ്മൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. ഞാൻ ആ വീഡിയോ ചിലപ്പോൾ ഇട്ടതിന് ശേഷമായിരിക്കാം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവുക എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഗൈസ്. ഓക്കെ, അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഞാൻ ആസ് യൂഷ്വൽ രാവിലെ എണീറ്റു കുളിയൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. ഞാനൊരു ഹെയർ ഡ്രയർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹെയർ ഒന്ന് ഉണക്കിയെടുത്ത് സെറ്റാക്കി കെട്ടി വെച്ചതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടി. ഇവിടെ ഒരു ആശാൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ഇന്ന് ശനിയാഴ്ച ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് എണീറ്റിട്ടില്ല. നോക്കാം എന്താണ് എങ്ങനെയാണെന്ന്. അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരട്ടെ. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. നമ്മുടെ ഇത് കണ്ടോ, ഷേക്ക് ന്യൂട്രിക്സിൻ്റെ മൈറ്റി കൊളാജൻ. ഇന്ന് ഇതിൻ്റെ ലാസ്റ്റ് ഡേ ആണ്, അതായത് ഇന്നും കൂടിയേ ഉള്ളൂ ഈ ഒരു സാധനം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാസ്റ്റ് ദിവസമാണല്ലോ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഓർത്തിട്ട് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. പക്ഷെ ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് ഞാനത് മിക്സ് ചെയ്ത് കുടിക്കാറുള്ളത്. പക്ഷെ എൻ്റെ വെള്ളം ഞാൻ എടുത്ത് വെച്ചത് ചൂട് അണിഞ്ഞിട്ടില്ല. ചൂട് അണിഞ്ഞിട്ട് ഈ ഒരു സാധനം ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്നും കൂടിയേ ഉള്ളൂ, നാളത്തേക്ക് ഇനിയില്ല. ഇനിയിപ്പോൾ വീണ്ടും വാങ്ങിക്കണം. ഈ ഒരു സംഭവം അടിപൊളിയാണ് കേട്ടോ. കാരണം ഇതിൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ് കേട്ടോ ഗൈസ്. കാരണം നമ്മുടെ സ്കിന്നിൽ ഇത് അത്രയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് ഷേക്ക് ന്യൂട്രിക്സ് മൈറ്റി കൊളാജൻ പൗഡർ. പിന്നെ ഒരു കാര്യം ഉണ്ടോ, നമുക്ക് നാളെ ശ്രുതിൻ്റെ വീട്ടിൽ പോകണ്ടേ, അനിയത്തിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സ് ഒരു മൂന്നാലെണ്ണം ഇതല്ല കേട്ടോ, കുറേ എണ്ണം ഷെയ്പ്പാക്കാനുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് ഇപ്പോൾ എടുക്കുക, ഷെയ്പ്പാക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. 2-3 എണ്ണം ഉണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇടുന്നത് ജീനാണ് കേട്ടോ, ജീനാണെന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു കാൽക്കുലേഷൻ. ഒരു 3 ടോപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഏതാണിപ്പോൾ ഷേപ്പാക്കാൻ കൊടുക്കുക എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള 3 എണ്ണം ഏതാണെന്നുള്ളത്. ഇത്രയും നേരമായിട്ട് എണീറ്റിട്ടില്ല ഗൈസ്. ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ഒന്ന് ഈ ഒരു യെല്ലോ കളർ കോട്ടൻ്റെ ഒരു കുർത്തയാണ്. ഇതൊക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. പിന്നൊരു ഇത് നോർമൽ കുർത്തി, ഇങ്ങനെ ഒരു വർക്ക് വരുന്ന ഒരു സീക്വൻസ് വർക്ക് വരുന്നത്, അഗെയിൻ ഒരു സീക്വൻസ് വർക്ക് വരുന്ന തന്നെ ഒരു ടോപ്പ്. ഇത് 3 എണ്ണമാണ് ഞാൻ എടുത്ത് വെച്ചത്. ഇനിയുണ്ട്. അപ്പോൾ ഈ 3 എണ്ണം ഒരുമിച്ച് കൊടുക്കണോ, ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതിയോ എന്നുള്ള കൺഫ്യൂഷനിൽ ഞാൻ ഇരിക്കുകയാണ്. എന്താ ചെയ്യാം? 3 ഒരുമിച്ച് കൊടുത്താലോ? ആരും ഒന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാൻ നോക്കിയിരുന്നോളേണ്ട. അതി കണ്ടോ ഇവ എണീക്കൂല, തീരെ എണീക്കൂല. കണ്ടോ ഒരു ദിവസം ലീവ് കിട്ടിയാലും ഇങ്ങനെയാ. കണ്ടോ എണീക്കാത്ത. കണ്ടോ
ഏതായാലും വേണ്ടില്ല, എന്തെങ്കിലും ചെയ്യാം ഗൈസ്. നിങ്ങൾ ആരും ഒന്നും പറഞ്ഞു തരുന്നില്ലല്ലോ, ഞാൻ തന്നെ തീരുമാനിക്കണമല്ലോ. നോക്കട്ടെ ഗൈസ്. ഞാൻ ഇടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ജീൻ ഇതാണ് കേട്ടോ. കണ്ടോ, നിരത്തി പോക്കറ്റാണ് ഗൈസ്, നിരത്തി പോക്കറ്റാണ്. കണ്ടോ, ഇവിടെ 2 എണ്ണം, ഇവിടെ ഇത് 2 എണ്ണം, ബാക്കിൽ ഇത് 2 എണ്ണം. സെറ്റാണ്. കൊട വരെ ഇതിൻ്റെ അകത്ത് ഇട്ടുണ്ടാവും, വേറെ ഒന്നും ചെയ്യണ്ട. ഞാൻ ഇടണം എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ടോപ്പിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, മഴയൊക്കെ അല്ലേ, കുറച്ച് ചൂടൊക്കെ കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. ഇന്ന് ഇത്രയും നേരം വരെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് കേട്ടോ, ഇതന്നെ ഇടുക എന്നുള്ളത്. നാളത്തെ കാര്യം എന്താന്നല്ല ഭഗവാൻ അറിയാം, ഇനി മാറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാനാണല്ലോ, എൻ്റെ കാര്യമാണല്ലോ, ഉറപ്പിക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഞാൻ ഏതായാലും ഈ 3 ടോപ്പ് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അളവ് എടുക്കണോ അല്ലെങ്കിൽ അളവ് ടോപ്പ് ഏതെങ്കിലും കയ്യിൽ പിടിക്കണോ എന്നുള്ളതാണ് ഇനി അടുത്തൊരു ഡൗട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള സ്കൂപ്പാണിത്. ഒരു പൊടിക്ക് പോലും അവർ ഫ്രീ ആയിട്ട് കുറച്ച് പോലും തന്നില്ല. കറക്റ്റ് 25 സ്കൂപ്പ്, കറക്റ്റ് 25 സ്കൂപ്പ് തന്നെ എനിക്ക് കിട്ടി. ഒരിത്തിരി പോലും ബാലൻസ് ഇല്ല. പാത്രം കാലിയായിരിക്കുന്നു. ഗൈസ് ഫൈനലി അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി പോവാണ് കേട്ടോ. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. പിന്നെ എന്താ, നമ്മളെ ഡ്രസ്സൊക്കെ ഒന്ന് ഷേപ്പ് ആക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് എല്ലാം കൂടെ പോവാണ്. എനിക്ക് ഇന്നെ ഇങ്ങനെ കാണുന്ന സമയത്ത് ഞാൻ തടിച്ചോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. ഡയറ്റൊക്കെ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യണം, വെയിറ്റ് ഒന്ന് നോക്കണം. ഞാൻ അങ്ങനെ വിചാരിക്കാം, ഇന്നിപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് നോക്കിയാലോ. ചിലപ്പോഴേ നോക്കുള്ളൂ കേട്ടോ. പിന്നെന്താ, ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഈ ടോപ്പ് ഞാൻ ആക്ച്വലി മീഷോന്ന് എടുത്തതാണ് കേട്ടോ. കുറേ ആയി, ഒരു 2-3 കൊല്ലമായിട്ടുണ്ടാവും ഞാൻ ഈ ടോപ്പ് വാങ്ങിയിട്ട്. ഒരു ക്രേപ്പ് മെറ്റീരിയലാണ്, എന്നാലും ഇത്രയും കാലം ഉപയോഗിച്ച്. നമ്മളെല്ലാവരും പോകുന്നുണ്ട് കേട്ടോ, അമ്മ, അച്ഛൻ, മോൻ, ഞാൻ, നമ്മളെല്ലാവരും കൂടിയാണ് പോകുന്നത്. 1:10 നമുക്ക് ബസ്. സമയം ഇപ്പോൾ 1 മണിയായി. ബസ് കിട്ടൂല, ഉറപ്പല്ലേ? നമ്മളെപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, ബസ് നമുക്ക് കിട്ടാറില്ലല്ലോ. അപ്പോൾ നമുക്ക് പോവാം. എന്തൊക്കെ എടുക്കാൻ പറ്റും, എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഇത് കാണാം കേട്ടോ. ബൈ ഗൈസ്. നമ്മൾ ബസ് കയറാൻ പോവുകയാണ്. നട്ടപ്പൊരി വെയിലാണ് ഗൈസ്. നമ്മൾ ബസ്സിന് കാത്തിരിക്കുകയാണ് കേട്ടോ. അമ്മ അച്ഛനോട് വേഗം വരാൻ വേണ്ടിയിട്ട് പറയാണ്. കാരണം ബസ്സിൻ്റെ സമയം കറക്റ്റ് എപ്പോഴാണെന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ ബസ്സൊക്കെ കിട്ടി കറക്റ്റ് സമയത്ത് തന്നെ. ബസ് കിട്ടിയിട്ട് നമ്മൾ കക്കോടിയിൽ നിന്ന് ചെരുപ്പ് വാങ്ങിക്കുകയാണ് കേട്ടോ. അച്ഛന് ചെരുപ്പ് വാങ്ങി. ജസ്റ്റ് ഇങ്ങനെ നോക്കി എനിക്കൊരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് തോന്നി. ഈ ഒരു ചെരുപ്പ് വാങ്ങിക്കണോ വാങ്ങിക്കണ്ടേ എന്നുള്ള കൺഫ്യൂഷനിൽ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇട്ടിട്ട് എനിക്ക് ആക്ച്വലി ബ്ലാക്ക് കളറ് അങ്ങനത്തെ ചെരുപ്പ് കിട്ടിയാൽ നല്ലത് എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുള്ളത്. നമ്മൾ ഡ്രസ്സ് ഷേപ്പ് ചെയ്തിട്ട് നേരെ ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. നമ്മൾ ഡ്രസ്സ് ഒന്ന് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇവിടെ തന്നെയാണ് നമ്മളെ സ്വന്തം മെച്ചിട്ട് പോവാണ് കേട്ടോ. ത്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 1 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കാണ് കേട്ടോ. അതിനുശേഷം നേരെ പോയത് ടെക്സ്റ്റൈൽസിലേക്കാണ്. ഗുരുവിൽ പോയി ഷർമേച്ചിട്ട് അടുത്തുനിന്ന് കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ പോകുന്നത് ഫാൻസിയിലേക്കാണ്. അവിടുന്ന് എനിക്ക് കമ്മലും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ഏറ്റവും അവസാനം നമ്മൾ പോയിട്ടുള്ളത് നമ്മുടെ തുണി ഷോപ്പിലാണ് കേട്ടോ. അതായത് സ്റ്റിച്ചിങ് സെൻറ്ററിലാണ്. അവിടെ പോയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചത് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു പാത്രം വാങ്ങാൻ വേണ്ടിയിട്ട് കയറി. അതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഓട്ടോയിൽ കയറിയിട്ട് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. സംഭവം സത്യം പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എനിക്കറിയില്ല, ഈ പാത്രം വാങ്ങിക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ആക്ച്വലി അറിയില്ലായിരുന്നു. പെട്ടെന്നുള്ള തീരുമാനത്തിൻ്റെ പുറത്ത് വാങ്ങിയതാണെന്ന് തോന്നുന്നത്. അങ്ങനെ എന്തായാലും സാധനം നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓറഞ്ചും കാര്യങ്ങളും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഓട്ടോയ്ക്ക് പോവാണ്. നേരമില്ലാത്ത നേരമായത് കാരണം നമുക്ക് ബസ് ഉണ്ടാവില്ല.
ഒരു 1:10 ബസ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബസ്സില്ല. പിന്നെ 2 മണിക്കും 2:15 ഒരു ബസ്സാണുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് സിറ്റിയിലേക്ക് ബസ്സില്ല. പിന്നെ ആ ബസ്സെല്ലാം തിരിച്ച് കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ച് വരിക ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ വീടിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് എനിക്ക് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അതും വാങ്ങി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തി, കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു, വാങ്ങി. ഇനി ഇന്നത്തെ അകത്തേക്ക് കയറാം. എന്നിട്ട് അതിന് മുതൽ സാധനം വാങ്ങിയിട്ട് എന്താണ് ആദ്യമോന് പ്രത്യേകിച്ച് ഞാനൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. ഈ ഓർബബിൾസോ എന്തോന്ന് പറഞ്ഞു, ഈ സാധനമാണ് വാങ്ങിയിട്ടുള്ളത് 5 രൂപ ഒന്നിന്. കാരണം നാളെ നമുക്ക് പോകാനുള്ളതാണ്. അപ്പോൾ അത് വേണം ഇത് വേണമെന്ന് പറയുന്ന സമയത്ത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിക്കോളണമെന്നില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഇതുമ്മൽ അഡ്ജസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടോ. അവന് ഇത് മതി എന്ന് പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞതുമില്ല. അപ്പോൾ ഇത് തന്നെ വാങ്ങി. ഇത് വെള്ളത്തിലിട്ടാൽ മറ്റേ ജെല്ല് പോലെ ഇങ്ങനെ ക്രിസ്റ്റൽ മാതിരിയായി വരുന്ന സംഭവമില്ലേ, അതാണ് വാങ്ങിയിട്ടുള്ളത്. അത് മതി എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അടിച്ച് വരാൻ കേട്ടോ. പെട്ടെന്ന് എന്താ പറയുക, കുറേ സമയം ആയല്ലോ നമ്മൾ വീട്ടിലെത്തിയിട്ട്. വേഗം ചോറൊക്കെ കഴിച്ചിട്ട്, നല്ല വിശപ്പുള്ളത് കാരണം വേഗം ചോറൊക്കെ കഴിച്ചു. അതിനുശേഷം വേഗം പോയി കുളിച്ചു ഞാനൊന്ന്. അതിനുശേഷം വിളക്ക് കത്തിക്കുകയാണ്. വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. ബാക്കി കാര്യങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞ് ഇരുന്നപ്പോഴാണ് ആദ്യമോനെ മേലേത്തെ അമ്മമ്മ ഇളനീര് തന്നിട്ടുണ്ടായിരുന്നു, അത് കഴിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ തലയിലൊക്കെ ഒരു കെട്ട് എന്നല്ലേ. ഇത് പിറ്റേ ദിവസമല്ല കേട്ടോ, ഇന്നത്തെ ദിവസം തന്നെയാണ്. നമ്മൾ ടൗണിലല്ല, കക്കോടി പോയിട്ട് സാധനമൊക്കെ വാങ്ങി വന്നില്ലേ. സാധനം വാങ്ങി വന്നു. അതിനുശേഷം ചോറ് കഴിച്ചു. ചോറ് കഴിക്കുന്ന ഫോട്ടോ ഒന്നും എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല ഗൈസ്. വേഗം തന്നെ ചോറിന് അറിയാമല്ലോ, നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഹോട്ടലിൽ കയറിയിട്ട്, ഹോട്ടലല്ല ആ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ജസ്റ്റ് ചായയും കട്ട്ലേറ്റും അതേപോലെ പഴംപൊരി ഇതൊക്കെയാണല്ലോ വാങ്ങി കഴിച്ചത്. വേറെ ഒന്നും കഴിച്ചില്ല, അത് മാത്രമേ കഴിച്ചിട്ടുള്ളല്ലോ. അറിയാലോ, നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ 1 മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പോകുമ്പോൾ. പക്ഷെ നമുക്ക് ബസ് വന്നത് 1:45 കേട്ടോ. 1:10 ട്രിപ്പ് 1:45 അപ്പോൾ പിന്നെ ബാലൻസ് ചെയ്യാമല്ലോ. ഈ 1:45 അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 3:30 ആ സമയത്താണ് പിന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ബസ്സില്ല. അത്രയും ടൈം വരെ അവർക്ക് റെസ്റ്റാണ്, റെസ്റ്റാണ്. ത്രെഡ് ചെയ്തിട്ടാ കണ്ടോ, ത്രെഡ് ചെയ്ത് ഇവിടെ കണ്ടോ ചെറുതായിട്ട്. അത് ഞാൻ ചെറുപ്പത്തിൽ വീണിട്ട് ഇവിടെ അത് മുറിവുണ്ടായിട്ട് അങ്ങനെ പോയതാട്ടോ ഇവിടുത്തെ ഹെയർ. എന്നാലും അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിൽ ഹെയർ ഇവിടെ ഉള്ളതിനോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഞാൻ ത്രെഡ് ചെയ്ത് പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ തയ്പ്പിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ആ 3 ടോപ്പും കൊടുത്ത്. അപ്പോൾ 3 2 ഓൾറെഡി ആ മഞ്ഞയും പിന്നെ ആ ഒരു പിങ്ക് വരുന്നയില്ലേ, അത് 2 നല്ല വലുതാണ്. അപ്പോൾ അത് 2 എന്തായാലും കട്ട് ചെയ്തിട്ട് അടിക്കേണ്ടി വരും എന്നുള്ളത് എനിക്ക് അറിയുന്നതിനോണ്ട് ഞാൻ അത് വേണ്ട, മറ്റേ പച്ച ടോപ്പ് ഉണ്ടല്ലോ, പച്ച ടോപ്പ് ഇത് മാത്രം ഞാനൊന്ന് വേഗം ഷേപ്പ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ. അവർ ഓക്കെ പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ചിങ്ങോട്ടേക്ക് പോരുമ്പോൾ ചേച്ചി വന്നിട്ട് പിന്നെയും പറഞ്ഞ് ഇതും വലിയതാണ് ടോപ്പ്, വെച്ച് നോക്കുമ്പോൾ ഒക്കെ ഒരേ വലിപ്പമുണ്ട്. അപ്പോൾ അത് ഷേപ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ഉണ്ടാവും, പിന്നെ സൈഡൊന്നും ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ ഈ ഒരു ടോപ്പ് മാത്രം ഒന്ന് പെട്ടെന്നൊന്ന് കട്ട് ചെയ്തിട്ട് എന്നാലും സ്റ്റിച്ച് ചെയ്ത് തരുമോ ചോദിച്ചു. അപ്പോൾ ഒരു കൈയും ബോഡിയും ഒക്കെ കണ്ടോ നല്ല രീതിക്ക് തന്നെ ഷേപ്പ് ചെയ്ത് തന്നു. ഞാൻ അളവിന് കൊടുത്ത ഡ്രസ്സ് എന്ന് പറയുന്ന ആ ഒരു പർപ്പിൾ അല്ല, ഒരു ഗ്രേപ്പ് കളർ ടോപ്പ് ഉണ്ടല്ലോ, ആ ഒരു ടോപ്പായിരുന്നു ഞാൻ അളവിന് കൊടുത്തത് കേട്ടോ. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടോപ്പ് ഞാൻ ഈ അടുത്തൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാനൊന്ന് തടിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ. ഞാൻ സ്വയം മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. ആ അളവിന് ഞാൻ ഈ ടോപ്പ് ഞാൻ അടിച്ച് കൊണ്ടുവന്നു. പക്ഷേ അയച്ചിനോട് അവനും പറഞ്ഞതാ, മോളെ ഇവിടെ നിന്ന് ഇട്ട് നോക്കിക്കോന്ന്. അപ്പം എനിക്ക് സമയമില്ലാത്തത് കാരണം ഞാൻ വേണ്ട, ഞാൻ വീട്ടിൽ പോയിട്ട് ഇട്ടോളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാനും കൂടെ വാങ്ങിക്കൊണ്ടുവന്നു. അപ്പം എൻ്റെ ഭാഗത്താണ് തെറ്റ്. ഞാൻ അവരൊന്നും പറയുന്നില്ല കേട്ടോ. ഇവിടെ വന്ന് ഞാൻ ഇതിട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ടൈറ്റ്, ബ്രസ്റ്റിൻ്റെ ഏരിയയും അതേപോലെ തന്നെ വയറിൻ്റെ ഭാഗവും ടൈറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ആ ടോപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ, ഞാൻ അന്ന് ഇട്ടത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് അത്ര ടൈറ്റ് ഇല്ല, നോർമലായിട്ടായിരുന്നു. അതിനർത്ഥം എന്താണ് ഗൈസ്, ഞാനിപ്പോൾ വണ്ണം വെച്ചിരിക്കുന്നു, എനിക്ക് വയറും ചാടി, അപ്പോൾ കൈ ഇവിടെയൊക്കെ നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ടോപ്പ് ഇട്ടപ്പോൾ ഭയങ്കര ടൈറ്റ് ഉണ്ട്. 2 സ്റ്റിച്ച് അടിച്ചിട്ടുണ്ട്.
അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഈ ഒരു ഏരിയ കുറച്ച് ഭാഗവും പിന്നെ വയറിൻ്റെ ആ താഴേക്ക് വരുന്ന ഭാഗവും ഇല്ലേ, അവിടുത്തെ സ്റ്റിച്ച് മാത്രം ജസ്റ്റ് ഒന്ന് അഴിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ അടുത്ത് വേറെ നൂലില്ല. ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. നൂല് കിട്ടുകയാണെങ്കിൽ ഞാൻ ചിലപ്പം നമ്മുടെ കുഞ്ഞ് മിനി മെഷീൻ ഉണ്ടല്ലോ, സ്റ്റിച്ച് ചെയ്യുന്ന മെഷീൻ, അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് അടിച്ചിട്ട് ഇതാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഒരു കോൺടാക്ട് നമ്പറും ഇല്ല. അപ്പോൾ അവർ ആ അളവ് തന്നെയാണ് ബാക്കി 2 ടോപ്പും അടിക്കുക. അതാണ് ഇപ്പോൾ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഗൈസ്. ഓക്കെ, കുഴപ്പമില്ല. ഫാൻസിയിൽ നിന്ന് ഞാൻ ആ വലിയ ചക്കപ്പൊട്ടില്ലേ, ഞാൻ എപ്പോഴും തൊടുന്ന ആ പൊട്ടിന് പകരമായിട്ട് ഞാൻ ഈ കുഞ്ഞി ഐടെക്സ് പല്ലവീൻ്റെ ഈ ഒരു പൊട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വാങ്ങിയത് ഇതെന്താ വെച്ചാൽ ഇത് കമ്മലാണ് കേട്ടോ, സെക്കൻഡ് സ്റ്റെഡ് ആണ് കേട്ടോ. ഉണ്ടോ ബാക്കിൽ ഇങ്ങനെ ഈ സംഭവമല്ലേ തിരിച്ചിടുന്ന അങ്ങനത്തെ ടൈപ്പുള്ള ഒരു സെക്കൻഡ് സ്റ്റെഡ് വാങ്ങിയിട്ടുണ്ട്. ഇത് ഡാർക്ക് ഒരു മെറൂൺ കളറാണ് കേട്ടോ. ഇട്ട് ആ ഭംഗി ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഗൈസ്. അപ്പം ഞാൻ ജസ്റ്റ് ഇട്ട് നോക്കിയാലോ. അയ്യോ, ഈ കമ്മൽ ഇങ്ങനത്തെ കമ്മൽ വാങ്ങിയ സമയത്ത് എപ്പോഴും ഇതിങ്ങനെ ഈ സാധനം ശരിക്ക് ഇതാവുന്നുണ്ടോ എന്ന് നോക്കണം എന്ന് പറയും. അയ്യോ, ഇത് കയറുന്നില്ല. സെക്കൻഡ് സ്റ്റെഡ് അല്ല ഇത്. പക്ഷെ എനിക്ക് ഇത് സാധനം കാതിൻ്റെ ഓട്ടേൻ്റെ ഉള്ളിൽ കൂടെ കയറില്ല ഗൈസ്. അപ്പോൾ ആക്കം പോലെ ഞാനൊന്ന് ഇതൊന്ന് ഇട്ട് നോക്കണം. ബാക്കിൽ കൂടെ ചിലപ്പോൾ ശങ്കിരി കയറ്റിയിട്ട് തിരിച്ചാൽ ചിലപ്പോൾ സെറ്റ് ആകും. പക്ഷെ ഇതിൻ്റെ കാലിന് നല്ല വണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് സെക്കൻഡ് സ്റ്റെഡ് ആവാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ സെക്കൻഡ് സ്റ്റെഡ് ആണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവർക്ക് തന്നത്. ഒന്ന് അതാണ്, ഒന്ന് ഈ പൊട്ടാണ്. പിന്നെ വാങ്ങിയിട്ടുള്ളത് ഞാൻ ഇങ്ങനൊരു വള പോലത്തെ ഒരു സംഭവം വാങ്ങിയിട്ടോ. കണ്ടോ, ഒരു റോസ് ഗോൾഡിൻ്റെ ഒരു മെറ്റൽ സംഭവം. സിമ്പിളായിട്ടുള്ള സാധനം. എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ. ഇങ്ങനത്തെ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഇറക്കിയാലോ എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. ഇതിന് 120 രൂപയാണ് ഗൈസ്, 120 രൂപയാണ്. മീഷോയിലൊക്കെ ഉണ്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ. ഞാൻ നോക്കണം, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വാങ്ങിക്കണം. പിന്നെ വാങ്ങിയിട്ടുള്ളത് ഇതാ ഈ ഒരു കമ്മൽ കണ്ടോ, റിങ്. ഈ ഒരു കമ്മൽ വാങ്ങി. പിന്നെ വാങ്ങിയിട്ടുള്ളത് ഇത് അമ്മയ്ക്കൊരു സിന്ദൂരം, ഐടെക്സിൻ്റെ. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു കമ്മൽ വാങ്ങിയിട്ടാണ്. അങ്ങനത്തെ ഒരു കമ്മൽ വാങ്ങി. പിന്നെ വേറൊരു സെക്കൻഡ് സ്റ്റെഡ് കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, ബ്ലൂ കളറിലുള്ള. ഇത് കുഴപ്പമില്ല കേട്ടോ, ഇത് നോർമൽ നമ്മുടെ സെക്കൻഡ് സ്റ്റെഡ് തന്നെയാണ്. പിന്നെ 2 ബ്രഷ്, നമ്മളെ ബ്രഷ് മാറ്റാനുള്ള സമയമായിരിക്കുന്നു ഗൈസ്. അപ്പം ഞാൻ സെൻസിറ്റീവ് അജയ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 2 ബ്രഷ് വാങ്ങിയിട്ടുണ്ട്. ഒന്ന് എനിക്കും ഒന്ന് ആദിമോനാണ് കേട്ടോ. പിന്നെ വാങ്ങിയിട്ടുള്ളത് രണ്ട് പെറ്റിക്കോട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ, ഷെമ്മീസ് 2 വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇതേപോലത്തെ കോട്ടൻ്റെ 3 നൈറ്റ് ഇല്ലേ, നൈറ്റി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 എണ്ണം ഇതാ, 1 2 3 നൈറ്റി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്ന് അമ്മയ്ക്കും പിന്നെ വലിയമ്മമാർക്ക് 2 അങ്ങനെ 3 നൈറ്റി വാങ്ങി. പിന്നെ എന്താ വാങ്ങിയത്, പിന്നെ ഒന്നും വാങ്ങിയിട്ടില്ല. പിന്നെ നമ്മൾ കുറച്ച് ആപ്പിളാണോ ഓറഞ്ച് അല്ലേ വാങ്ങിയത്? നമ്മൾ കുറച്ച് ഓറഞ്ച് ഇല്ലേ, ഓറഞ്ചും പിന്നെ നമ്മുടെ ചോളം അതും ചെമ്മീൻ്റെ ഒരു ചമ്മന്തിപ്പൊടി, മാങ്ങയുടെ അച്ചാർ, ഇത്രയും സാധനങ്ങൾ വാങ്ങി. പിന്നെ നമ്മൾ ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അച്ഛനും ചെരുപ്പ് വാങ്ങി, പിന്നെ അതേപോലെ എനിക്കും ചെരുപ്പ് വാങ്ങി. ചെരുപ്പൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കടയിലേക്ക് പോയത്. അവിടെ ഈ ചെരുപ്പ് അവിടെ വെച്ചിട്ട് പോന്നു. സംഭവം അന്നേരം ഓർമ്മയില്ല, വെച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. ബാക്കി എല്ലാ സാധനങ്ങളും ത്രെഡ് ചെയ്യാൻ പോയി. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വന്ന് അവർ അടിച്ചു തരാമെന്ന് പറഞ്ഞാണല്ലോ. പിന്നെ തിരിച്ച് വന്നിട്ട് നമുക്ക് എന്തായാലും ഈ ടോപ്പ് വാങ്ങാൻ വേണ്ടി പോകണമല്ലോ എന്ന് ഓർത്ത് അവിടെ പോയപ്പോഴാണ് തൊട്ട് മുമ്പ് ഞങ്ങൾ അങ്ങോട്ട് എത്തുന്നതിന് മുന്നേ വേറൊരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അവരതാണ് ഈ കവർ എന്ന് വിചാരിച്ചിട്ട്
അവർ കവറിങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ നോക്കി ഈ ചെരുപ്പ് എവിടെയോ നല്ല കണ്ടുപരിചയം ഉണ്ടല്ലോ, ആദ്യം പറഞ്ഞാൽ ആദ്യം നമ്മളതാണല്ലോ. അപ്പോഴാണ് ഓർക്കുന്നത് ആ സംഭവം ഇത് നമ്മളേതാണ്. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുത്തില്ലേ ഫസ്റ്റ് ടൈം, അന്നേരം അവിടെ വെച്ചിട്ട് പോന്നതാ. അപ്പോൾ ചെരുപ്പ് വാങ്ങിയത് അച്ഛന് ഇതാണ് കേട്ടോ വാങ്ങിയത്. അച്ഛൻ ഇങ്ങനത്തെ ചെരുപ്പ് ഉപയോഗിക്കാറില്ല ഗൈസ്, ബ്ലാക്ക് കളർ ഉപയോഗിക്കാറില്ല. മറ്റേ ആ ഒരു ബ്രൗൺ കളർ അങ്ങനത്തെ കളറൊക്കെ ഇല്ലേ, അങ്ങനത്തെ കളറൊക്കെയാണ് അച്ഛൻ ഉപയോഗിക്കുക. പക്ഷെ ഇത് എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം ഞാൻ പറഞ്ഞു ഇതിട്ടാ ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇത് വാങ്ങി. പക്ഷെ ഇട്ട് നോക്കിയപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അച്ഛൻ എടുത്തത് ഈ വി കെ സി പ്രൈഡ് ബ്രാൻഡിൻ്റെ ചെരുപ്പാണ് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് ക്രോക്സ് ആണ് കേട്ടോ. ഇതാണ് എടുത്തിട്ടുള്ളത്. ആക്ച്വലി എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് ബ്ലാക്ക് ആയിരുന്നു. എനിക്ക് ചെരുപ്പാണെങ്കിലും എന്താണെങ്കിലും കാലിലേക്ക് ബ്ലാക്ക് കളർ ഇടുമ്പോൾ അതാണ് കുറച്ചുകൂടി ഭംഗിയായിട്ട് ഉണ്ടാവുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. ബ്ലാക്ക് ഉണ്ടായിരുന്നു, പക്ഷെ എൻ്റെ സൈസിനനുസരിച്ചിട്ടില്ലേ ഇല്ല. ഒന്ന് ഞാൻ കുത്തിക്കൊള്ളിച്ച് ഇട്ട് നോക്കി, പക്ഷേ അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ, കാല് വേദന എടുക്കും. അപ്പം ഞാൻ ഇത് വാങ്ങി. ഇതിന് വലിയ വിലയൊന്നും ഇല്ല കേട്ടോ, 300-ൻ്റെ ഇടയിലോ അങ്ങനെ എന്തോ ഉള്ളൂ. അച്ഛൻ്റെ ഇതിന് പൈസ ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ 2 ചെരുപ്പും നമ്മൾ വാങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ആദ്യമോന് ഞാൻ മറ്റേ ആ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ സാധനം, ക്രിസ്റ്റൽ ബോൾസ്. ഈ സംഭവമല്ലേ വെള്ളത്തിലിട്ടാൽ ഇങ്ങനെ ചീർത്ത് വരുന്ന സാധനം. ഇങ്ങനത്തെ 2 വാങ്ങി, വേറെ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നാളെ നമ്മൾ പോവല്ലേ, നാളെ പോകുമ്പോൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പെട്ടുപോലെ. അപ്പം ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല ഗൈസ്. കണ്ടോ, ഇത് ഒരു പാക്ക് പൊട്ടിച്ചിട്ട് അവനെ ഇത്രയും സെറ്റാക്കി. ഇത് ആക്ച്വലി ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ നല്ല ഭംഗിയാണ് കാണാൻ. പണ്ട് എനിക്ക് മാമൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്ന സമയത്ത് വാങ്ങി കൊണ്ടുവരുന്നു കേട്ടോ അങ്ങനത്തെ സാധനം കളിക്കാൻ വേണ്ടിയിട്ട്. ഞെക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിഞ്ഞു വരും. അപ്പോൾ ഈ സാധനം വാങ്ങിയിട്ട് ഒന്ന് ഈറ്റാത്തതും ഒന്ന് ഒരു പാക്ക് അതും. അപ്പോൾ അങ്ങനെ 2 പാക്ക് വാങ്ങി. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടോ. ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുളിച്ചു. അത് പറയാൻ മറന്നു, ഞാൻ കുളിച്ചെന്ന് പറയുകയാണെങ്കിൽ ആക്ച്വലി രാവിലെ ഞാൻ ഹെയർ വാഷ് ചെയ്ത സമയത്ത് ഞാൻ ഓയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണല്ലോ നമ്മൾ പുറത്തൊക്കെ പോയി വന്നപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ അപ്പോൾ പോകുന്ന സമയത്ത് മുടി ഇങ്ങനെ ഓയിലി ആയിട്ടിരിക്കും. ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് കണ്ടാൽ മനസ്സിലാവും, മുടി കെട്ടിയപ്പോൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന കണ്ടില്ലേ, അത് ഓയിലുള്ളതിനോടാണ് കേട്ടോ. അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയിട്ട് വേഗം കുളിക്കണം ഷാമ്പു ഇട്ടിട്ട്. സംഭവം മറന്നുപോയി ഗൈസ്, ഞാൻ 5:30-ക്കാണ് കുളിക്കാൻ വേണ്ടിയിട്ട് പോയത്. കണ്ടോ, മുടി ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. ഞാൻ രാവിലെ ഡ്രയർ യൂസ് ചെയ്തതിനോണ്ട് ഇനിയിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഇങ്ങനെ തന്നെ ഉണക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ല മണമുണ്ട്, ഇങ്ങനെ തന്നെ ഉണക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ വിളക്കൊക്കെ കത്തിച്ച് ഇപ്പോൾ വിളക്കൊക്കെ എടുത്തേച്ച് ഇനി നമുക്ക് ചായ കുടിക്കണം. ചായ കുടിക്കാൻ കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ചായ കുടിക്കാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. ഓക്കെ, ചായക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബോണ്ടയും പഴംപൊരിയൊക്കെ പാർസൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു വരുമ്പോൾ. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ അതിനുശേഷം ആദ്യമോന് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അത് വേഗം ഒന്ന് ചെയ്യിപ്പിച്ചു. പിന്നെ നമ്മുടെ ടോപ്പ് ജസ്റ്റ് തുന്നഴിച്ചിട്ട് ഞാൻ കുറച്ചൊന്ന് ലൂസാക്കിയിട്ടൊന്ന് അടിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് രാവിലെ ചായക്ക് കൂട്ടിയത് പത്തിരി ഇരുന്നു, അതിൻ്റെ ബാലൻസ് കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അത് ഞാൻ ഉണ്ടയാക്കിയിട്ട് ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കില്ല, അത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിനി ഒന്നും കഴിക്കില്ല കേട്ടോ, കിടന്ന് ഉറങ്ങുകയാണ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത്. ചെമ്മീൻ പൊടിയും കൂട്ടിയിട്ട് അതും കഴിച്ചു. ഇനി നമുക്ക് നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ.